66 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നീതിമാനായിരുന്ന അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ബൈബിളിലെ പൊതുവായ ഒരു ആശയമാണ്. എന്നാൽ മാനസാന്തരപ്പെടാൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തി എത്ര പാപിയായിരുന്നാലും ദൈവം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യും. എൻ്റെ പാപം ഞാൻ തിരിച്ചറിയുന്നു, അതിന് ക്ഷമ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് അംഗീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതുവരെ ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കുന്നു. ക്രൂശിൽ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായ 2 വ്യക്തികളിലൊരുവൻ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് അവിടുന്ന് സ്വീകരിക്കുക മാത്രമല്ല, ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് വാഗ്ദത്തവും നൽകി. ഹൃദയത്തിൽ അകൃത്യം വച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കയില്ല എന്ന് അറിയാവുന്നതിനാൽ മാനസാന്തരപ്പെട്ട് പാപക്ഷമ പ്രാപിച്ച് പ്രാർത്ഥിച്ചതിനാൽ ദൈവം കേട്ടു എന്ന് ഗ്രഹിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രാർത്ഥന ദൈവം കേട്ടു എന്നത് തൻ്റെ അകൃത്യം ദൈവം ക്ഷമിച്ചു എന്നതിൻ്റെ കൂടെ അടയാളമായി കാണുകയാണ്. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നത് പാപം ക്ഷമിച്ചു എന്നതിൻ്റെ പൂർണ്ണ ഉറപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നാം പൂർണ്ണ വിശുദ്ധരായതുകൊണ്ടല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്, അവിടുന്ന് തൻ്റെ ദയ നമ്മിൽ നിന്ന് നീക്കിക്കളയാത്തതിനാൽ ആണ്. പ്രാർത്ഥന ദൈവം കേൾക്കുമ്പോൾ ഞാൻ തികഞ്ഞവനാണെന്ന് അഹങ്കരിക്കരുത്. പകരം ദൈവം തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാത്തതിന് ദൈവത്തെ വാഴ്ത്തുകയാണ് വേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ശക്തമായിരിക്കണമെങ്കിൽ പാപക്ഷമയുടെ ഉറപ്പ് പ്രാപിക്കണം. ദൈവം എന്നെ ശുദ്ധീകരിച്ചു എന്ന് ബോധ്യമുണ്ടാകണം. ക്രൂശിലെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല. ഏത് കഠിന പാപിയെയും നിർമ്മലനാക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ പരമയാഗത്തിന് നന്ദി അർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.